അപ്പൊ ഇൻഷാ അല്ലാഹ് തുടങ്ങല്ലേ? റാഹത്തല്ലേ? ഈ ഉസ്താദന്മാരിയ്ക്കണ സദസ്സിൽ വഅദ് പറയാൻ പേടിയാടോ? സത്യം പറഞ്ഞ ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ വഅദ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉസ്താദന്മാരിയ്ക്കുന്ന സ്റ്റേജിൽ കയറുമ്പോൾ കയ്യും കാലും വിറയ്ക്കും. അതൊരു പേടി. എനിക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇഴയ്ക്കുന്നേ. കാരണം ഇങ്ങനെയുള്ള സദസ്സുകൾ ഒരുപാട് പണ്ഡിതന്മാർ. അതുകൊണ്ട് ഉസ്താദന്മാരോട് ഞാനും ഒരു മുത്തഅല്ലിമ എന്തെങ്കിലുമൊക്കെ വന്നുപോയ അതപകേടായിട്ട് കരുതിയേക്കരുത്. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരിച്ചുപോയ ഉസ്താദന്മാരുടെയൊക്കെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉസ്താദന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളു കുടിക്കണ ആരെങ്കിലും ഉണ്ടോ? പള്ളിയിൽ നിന്നൊക്കെ ബാങ്ക് വിളിക്കുമ്പോ പറയണ്ട, ബാങ്ക് വിളിക്കണടാ, മുഅദ്ദിന്റെ ജോലി ചെയ്യണു, അയാളെ ബാങ്ക് വിളിക്കാൻ നിർത്തിയിരിക്കുന്നു, അയാൾ ബാങ്ക് വിളിക്കുന്നു, മോനെ നിസ്കാരം നടക്കുന്നു. അത് നിങ്ങൾക്കുള്ളത്, പ്രായമുള്ളവർക്ക് നമുക്കൊന്നും ഇല്ല. നിസ്കരിക്കാൻ പറയുമ്പോ മടി. മക്കളെ, നിങ്ങൾ അള്ളാനെ ഭയന്ന് ജീവിക്ക്, നിസ്കരിക്ക്. അള്ളാനെ 5 വക്കത്ത് പോയി നിസ്കരിക്ക്, സമയമില്ല. മോനെ, കള്ളു കുടിക്കരുത്, കഞ്ചാവടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. അള്ളാനെ പേടിച്ച് ജീവിക്കണം. ആരോട്? ഓരോ ദിവസവും പത്രമാധ്യമം എടുത്തു നോക്കുമ്പോ ബറക്കത്തിന് നമ്മുടെ സമുദായത്തിൽ ഒന്നെങ്കിലും കാണും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടാ, കള്ള് കുടിക്കരുത്. ആ കള്ള് കുടിക്കുന്നവൻ, ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നവൻ സ്വർഗത്തിൽ പോകൂല. അത് ഏറ്റവും വലിയ പാപമാ എന്ന് ഖുർആനും ഹദീസുകളും വിവരിച്ചിട്ട് ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കുമ്പോ എവിടെ കേൾക്കാനാ? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ.